ജെഫോട്ടെക്കിന്റെ പുതിയ വീട്ടിൽ എല്ലാവരും സാധനം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് എല്ലാവർക്കും ഒരുപാട് സന്തോഷം നൽകുന്ന വീഡിയോ ആണ്. നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ നമ്മൾ അനലിറ്റിക്സ് എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ അവിടെ കാണിക്കും. എന്താണ് സംഭവം? ഒരുപാട് പേര് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്, എന്താണ് ചേട്ടാ ഈ സംഭവം, നമുക്ക് എന്താണ് ഇതിനെ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇനി അങ്ങോട്ട് 24 ആഗസ്റ്റിനാണ് ഈ ഒരു അപ്ഡേഷൻ വന്നേക്കുന്നത്. ഓക്കെ, ആഗസ്റ്റ് 24 തീയതി തൊട്ടിട്ട് ഈ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എല്ലാ യൂട്യൂബിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളിടുന്ന വീഡിയോയ്ക്ക് ഇനി വ്യൂസ് കൂടുതലായിട്ട് കാണിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ആക്കിയാൽ പബ്ലിക് ആക്കുന്ന സമയത്ത് സാധാരണ ഈ ആഗസ്റ്റ് 24 മുമ്പ് വരെ നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോസിൻ്റെ അകത്ത് 3 സെക്കൻഡിൻ്റെ മുകളിൽ നമ്മുടെ ഷോർട്ടിൽ നിന്ന് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ ഒരു വ്യൂ ആയിട്ട് കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് രണ്ടാമത്തത് ലോങ് വീഡിയോൻ്റെ അകത്താണെങ്കിൽ നമുക്ക് 30 സെക്കൻഡിൻ്റെ മുകളിൽ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാലാണ് ഒരു വ്യൂ ആയിട്ട് കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതേ സമയം ലൈവിൻ്റെ അകത്തും അതേപോലെ തന്നെ, ലൈവിനും ഒരു ആവറേജ് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഷോർട്ട് വീഡിയോയ്ക്ക് നമുക്ക് നേരത്തെ ആ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ക്ലിക്ക് ചെയ്താലും വ്യൂസ് കൗണ്ട് ചെയ്യുന്നുള്ളത്. ഇപ്പം ലോങ് വീഡിയോയ്ക്കില്ല, പക്ഷേ ലോങ് വീഡിയോയ്ക്കാണ് ഇപ്പം നമുക്ക് ഈ അപ്ഡേഷൻ വന്നേക്കുന്നത്. നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഒരു വ്യൂ കൗണ്ട് ചെയ്യും. അപ്പം ഒരുമാതിരിപ്പെട്ട ചാനലുകൾക്കൊക്കെ അത്യാവശ്യം ക്ലിക്ക് റേറ്റ് ഉള്ള ചാനലുകൾക്ക്, അത്യാവശ്യം നല്ല തമ്പനെയിലും ടൈറ്റിലും ഉപയോഗിച്ച് നല്ല ക്ലിക്ക് റേറ്റ് ഉള്ള ചാനലുകൾക്കൊക്കെ എന്ത് ചെയ്യും, അത്യാവശ്യം വ്യൂ കാണിക്കും. പക്ഷെ നമുക്ക് ആ ഒരു വ്യൂ കൊണ്ട് ഉപകാരമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപകാരമില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ കൊളാബ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണ് നമുക്ക് ഉപകാരമുണ്ട്. പക്ഷെ അതേസമയം നമുക്ക് മോണിറ്റൈസേഷൻ്റെ വാച്ച് അവർ കൂട്ടുന്ന കാര്യത്തിലും, പിന്നെ അതേപോലെ തന്നെ നമ്മൾ മോണിറ്റൈസേഷൻ ആയ ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ആ ഒരു വരുമാനത്തിൻ്റെ ഏണിങ്സിൻ്റെ ഭാഗത്തും അവർക്കത് കിട്ടത്തില്ല എന്നാണ്. ആ ഒരു വ്യൂ കൊണ്ട് കാര്യമില്ല. നമുക്ക് എൻഗേജ്ഡ് വ്യൂസിന് മാത്രമേ നമുക്ക് ഉപകാരമുള്ളൂ. നിങ്ങൾക്കറിയാം, ആദ്യം തന്നെ നമുക്ക് ഷോർട്ട് വീഡിയോസിൻ്റെ കാര്യത്തിൽ എടുക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് 3 സെക്കൻഡിന് മുകളിൽ വരുന്ന വ്യൂസ് മാത്രമേ നമ്മുടെ അതായത് 30 ലക്ഷം ഷോർട്ട് വ്യൂസ് അല്ലെങ്കിൽ 1 മില്യൺ ഷോർട്ട് വ്യൂസിൻ്റെ ആ ഒരു മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയൻ്റെ അകത്ത് കൂട്ടത്തുള്ളൂ അല്ലേ. അതേപോലെ തന്നെ ഇനി ഇങ്ങോട്ട് വരുന്ന ലോങ് വീഡിയോൻ്റെ വാച്ച് ടൈം കൂട്ടണമെങ്കിൽ ഒരാൾ നമ്മുടെ വീഡിയോ ക്ലിക്ക് ചെയ്ത് 30 സെക്കൻഡ് മുകളിൽ നിൽക്കുന്ന ആൾക്കാർ മാത്രമേ വാച്ച് ടൈം നമുക്ക് മോണിറ്റൈസേഷൻ വേണ്ടി കൂട്ടത്തുള്ളൂ. അതേപോലെ തന്നെ ഒരു വ്യൂ ഇതിന് നമുക്കൊരു ക്ലിക്കിന് നമുക്ക് റവന്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ 30 സെക്കൻഡ് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അതിന് വീഡിയോയ്ക്ക് റവന്യൂ കിട്ടത്തുള്ളൂ. അത്രയേ ഉള്ളൂ. എന്നാലും നമ്മൾ വീഡിയോയ്ക്ക് വ്യൂസ് കാണിക്കും, നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു സങ്കടം അങ്ങോട്ട് മാറി കിട്ടും. ഒരുപാട് പേർക്ക് സങ്കടമാണ്, നമ്മൾ ഇടുന്ന വീഡിയോസിന് തീരെ വ്യൂസ് ഇല്ല. അത് 24 ആഗസ്റ്റ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ തിരിയായിട്ടാണ് ഈ ഒരു സ്റ്റുഡിയോനകത്ത് കയറി വീഡിയോ പെർഫോമൻസ് അടിച്ച് നോക്കിയാലും യൂട്യൂബ് സ്റ്റുഡിയോനകത്ത് അനലിറ്റിക്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ശരിയായുള്ള രീതിയിലുള്ള വ്യൂസ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അനലിറ്റിക്സിനകത്ത് നിങ്ങൾക്ക് എൻഗേജ്ഡ് വ്യൂസ്, ഓരോ വീഡിയോന് എൻഗേജ്ഡ് വ്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ശരിയായുള്ള വ്യൂസ് എത്രയാണെന്ന് കറക്റ്റായിട്ട് കാണിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു മണിക്കൂർ മാത്രമേ നമ്മുടെ ഏൺ പേജിലേക്ക് മോണിറ്റൈസേഷന് വേണ്ടി കൂട്ടത്തുള്ളൂ. നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോനകത്ത് ഏൺ പേജ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പബ്ലിക് വാച്ച് അവർ കാണിക്കുമല്ലോ, അവിടെ നിങ്ങൾക്ക് ഈ ഒരു 30 സെക്കൻഡ് മേലെയുള്ള ലോങ് വീഡിയോന് ക്ലിക്ക് കിട്ടുന്ന ആ ഒരു വ്യൂസ് മാത്രമേ നമുക്ക് മോണിറ്റൈസേഷനിലേക്ക് കൂട്ടത്തുള്ളൂ. ഷോർട്ട് വ്യൂസും അതുപോലെ തന്നെയാണ്. 3 സെക്കൻഡ് മുകളിൽ വരുന്ന വ്യൂസ് നമുക്ക് എൻഗേജ് വ്യൂസ് ആയിട്ട് നമുക്ക് മോണിറ്റൈസേഷനിലേക്ക് കൊടുത്തു. അത് നേരത്തെ ഉള്ള ഒരു അപ്ഡേഷനാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് എല്ലാവർക്കും ഒരു സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞ് പരാതി പറയുന്ന എല്ലാവർക്കും വ്യൂസ് ഉണ്ട്, പക്ഷെ എന്നാൽ ഉപകാരം ഉണ്ടോ അതുമില്ല, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. ബൈ.